ഗുഡ് മോർണിംഗ്. ഈശ്വമിശിയായി സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ പറയുന്ന ഒന്നല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനകൾ പങ്കെടുക്കുന്ന എല്ലാ സമയങ്ങളിലും ഒപ്പം ഞാനിത് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ എല്ലാവരെയും ദൈവം ഈ വചനങ്ങൾ കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ആദ്യം ഞാൻ സമർപ്പിച്ചുകൊണ്ടാണ് എൻ്റെ ഈ ഒരു ചിന്തകളൊക്കെ ആരംഭിക്കുന്നതും വിശുദ്ധ കുർബാനകളിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പഠിച്ച വചനം യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനമായിരുന്നു. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്, നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവൻ നശിപ്പിക്കുന്നു. ഇതായിരുന്നു നാം ഇന്നലെ പഠിച്ച വചനം. ഇന്ന് നാം പഠിക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 15-ാമത്തെ വചനമാണ്. ദ ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 7 വേഴ്സ് 15. അതിങ്ങനെയാണ് പറയുന്നത്: വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്തവിധം ചിന്തിക്കാനും. എങ്ങനെ? വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്തവിധം സംസാരിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയാവണം. നാം ആരംഭിക്കുമ്പോൾ തന്നെ ദൈവമേ നന്നായി സംസാരിക്കാൻ, വിവേകത്തോടെ, അലംഭാവത്തോടെയല്ല, വിവേകത്തോടെ സംസാരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. വചനം പറയുന്നു, വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്തവിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. അവിടുന്നാണ് ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. ജ്ഞാനം ഉള്ളവരെ പോലും തിരുത്തപ്പെടേണ്ടതുണ്ട് ചില സമയങ്ങളിൽ. അത് ദൈവമാണ് അവരെ തിരുത്തുന്നത്. അവിടുന്നാണ് ജ്ഞാനിയെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. വചനം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്തവിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. അവിടുന്നാണ് ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. മേ ഗാഡ് ഗ്രാന്റ് മീ ടു സ്പീക്ക് വിത്ത് ജഡ്ജ്മെന്റ് and to have thoughts worthy of what I have received. For he is the guide even of wisdom and the corrector of the wise. ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. നന്നായി സംസാരിക്കാൻ, വിവേകത്തോടെ ചിന്തിക്കാൻ, വിവേകത്തോടെ സംസാരിക്കാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നല്ല വാക്കുകളാൽ കടന്നു ചെല്ലാനും, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ചിന്തകൾ കൊടുക്കുവാനുമൊക്കെ എൻ്റെ നാവിനെ സഹായിക്കണമേ. എൻ്റെ സംസാരത്തെ അനുഗ്രഹിക്കണമേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും അങ്ങനെ പ്രാർത്ഥിച്ചാൽ നാം തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടും. കാരണം നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് അനുഗ്രഹ വചസ്സുകളായിരിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരെ അനുഗ്രഹിക്കാനും നമ്മുടെ നാവ് ഉപയോഗിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.